Hello everyone, welcome back. It's me, Sahla. ഇന്ന് ഞാനൊരു കിഡിലൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ബക്കറ്റ് ചിക്കന് ശേഷം യൂട്യൂബിൽ വൈറലായ ഒരു ഐറ്റം ആണല്ലോ കുക്കർ ചിക്കൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാനൊരാഗ്രഹം. അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചിലവരത് റെഡിയായി, ചിലവരത് റെഡിയായില്ല എന്നൊക്കെ കണ്ടു. എന്തായാലും ഞാൻ ചെയ്തപ്പോൾ എൻ്റെത് റെഡിയായി. ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളത് എന്തായാലും റെഡിയാക്കും. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കാനും ഈസിയാണ്. കുറച്ച് ഓയിൽ മതി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമല്ലോ. കുക്കർ ചിക്കൻ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. 13 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ്, ഒരു മീഡിയം വലിപ്പത്തിലുള്ളത്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ വലിയ ജീരകം ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടി വേണേ, അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ഈ നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാൻ ഈ കുക്കർ ചിക്കൻ്റെ വീഡിയോ ആദ്യം കാണുന്നത് യൂട്യൂബിൽ ഫുഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ചാനലിനായിരുന്നു. നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് കണ്ടപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാനതിൽ ചിക്കൻ ഫ്രൈ ആക്കുന്ന ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. മാരിനേഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഡിഫറെൻറ്റ് മാരിനേഷനൊക്കെ ഉണ്ടാക്കാം. തന്തൂരി ചിക്കൻ്റെ മസാലയൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അൽഫാം ചിക്കൻ്റെ മസാല വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിൽ ചെയ്യുന്നതൊരു നാടൻ മസാലയാണ്. ഈ നാരങ്ങാനീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗറും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി വേണം. അപ്പോൾ ഇതാ ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇതൊരു ടീസ്പൂണോളം ഗരം മസാലയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാലയാണ്. ഇനി ഇതുപോലെ കുറച്ച് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ ഇടുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മളിതിൽ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ഒരു നനവും ഉണ്ടാകും. വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പാകത്തിനാകും. ഇനി അത് പോരെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടിത് മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം വേണം ഇത് ഫ്രൈ ആക്കാൻ. ഇതിൻ്റെ 2 കാലും ഒരു നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കൂട്ടി കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ഫ്രൈ ആക്കിയതിന് ശേഷം പിന്നെ ഈ നൂല് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഇവിടെ ഞാനൊന്ന് കെട്ടുന്നുണ്ട്. ഇവിടെ അധികം ടൈറ്റ് ആക്കണ്ട, കുറച്ച് ലൂസിൽ കെട്ടിയാൽ മതി. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ ചിക്കൻ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുക്കർ വേണം. സ്റ്റീൽ കുക്കറിൽ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അലുമിനിയം കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പൊക്കെ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഉപ്പാണ്. അതൊരു ലെയറായിട്ട് താഴെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ലെവൽ ചെയ്യാം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പൊടിയുപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് എടുക്കാം. ഇനി ഉപ്പിട്ടതിന് ശേഷം ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു വാഴയില വെക്കുകയാണ്. വാഴയിലൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലൊന്നും കുക്കർ തട്ടി ചൂടാവരുത്, പൊള്ളരുത്. നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ അരികിലൊക്കെ ചിക്കൻ തട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വാഴയില വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കാം. ഇതാപ്പോൾ കണ്ടില്ലേ, സൈഡിലൊന്നും തട്ടിയിട്ടൊന്നുമില്ല. ഇത് ചെറിയ ചിക്കനാണ്, പിന്നെ കുക്കർ 5 ലിറ്ററിൻ്റെ ആണ്, അപ്പോൾ അതുകൊണ്ട് സൈഡിലൊന്നും തട്ടിയിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആകാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി ഇത് ക്ലോസ് ചെയ്യാം.
കുക്കറിൻ്റെ ലിഡിൽ ഞാൻ വെയിറ്റും ഒഴിവാക്കിയിട്ടുണ്ട്, അതിൻ്റെ വാഷറും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ല. ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 45-50 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ മാറ്റമൊക്കെ വരും. ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കുക്കർ ഓപ്പൺ ആക്കിയത്. അപ്പോൾ കുക്കർ ഓപ്പൺ ആക്കുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വാഴയിലൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തായാലും ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ ഉപ്പും കൂടെ കൂടിയിട്ട് എന്താവും കുക്കറിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നാലോചിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടിയിൽ ഓയിൽ ഒഴിച്ചിട്ടും ഫ്രൈ ചെയ്യുമല്ലോ, അങ്ങനെയുള്ളൊരു ടെക്സ്ചറല്ല കേട്ടോ ഈ ചിക്കന്. ഇത് വേറൊരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നല്ല മൊരിഞ്ഞും കിട്ടും, ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമായിട്ടും കിട്ടും. കുറച്ച് എണ്ണ മതി, എന്നിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എത്ര മതി കേട്ടോ, ഞാനിപ്പോൾ എത്ര ഡ്രൈ ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.